നമസ്കാരം കൂട്ടുകാരെ. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ നമ്മൾ ഏറ്റവും അധികം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ബട്ടർ ചിക്കൻ. അപ്പോൾ നമുക്കിന്നൊരു ബട്ടർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാനോ കടായോ വച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സ്ലൈസ് ചെയ്ത ഒരു സവാളയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുക. സവാള വാടിക്കഴിയുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ മാറും വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചപ്പൊക്കെ മാറുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർത്ത് മസാലകളെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളി ഇതുപോലെ കട്ട് ചെയ്തതും ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇനി തീ കുറച്ച് വെച്ച് 1 മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബട്ടർ ചിക്കനുള്ള ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഇവിടെ എല്ലില്ലാത്ത ചിക്കനാണ് ബട്ടർ ചിക്കന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കും. ബട്ടർ ചിക്കൻ ഒരു സ്പൈസി ഡിഷല്ല, അതുകൊണ്ട് തന്നെ സാദാ മുളക് പൊടി ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കളറിന് വേണ്ടിയാണ്. ഇനി ഇതൊരു 1/2 മണിക്കൂർ മസാലകളൊക്കെ പിടിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാനോ കടായോ വെച്ചതിന് ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു വശം കുക്കാവുമ്പോൾ അതിനെ മറിച്ചിട്ട് മറുവശം കൂടി കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം 1 മണിക്കൂർ വരെ ആയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്ത് നല്ലപോലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വച്ചതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പ വെച്ചതിന് ശേഷം ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഗ്രേവി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തിക്നെസ് ഉള്ള ഗ്രേവി തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ വച്ചതിന് ശേഷം നമുക്ക് ഈ ഗ്രേവി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് ബട്ടർ മെൽറ്റാവുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിയുമ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വച്ചിരിക്കുന്ന ചിക്കനും കൂടി അതിലേക്കിട്ട് ചിക്കനിൽ ഗ്രേവി പിടിക്കത്തക്കവണ്ണം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കുറച്ച് വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കസ്തൂരി മേത്തി കൂടി ചേർത്ത് കൊടുക്കുക. ബട്ടർ ചിക്കന് വളരെ ആവശ്യമായ ഒന്നാണ് കസ്തൂരി മേത്തി. അതുകൂടി ഇതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കുക. ആ കസ്തൂരി മേത്തി കൂടെ ചേർക്കുമ്പോൾ ബട്ടർ ചിക്കൻ്റെ ഫ്ലേവർ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കഴിച്ച് തന്നെ അറിയണം. ഇനി ഒരു 2 മിനിറ്റ് തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ കഴിച്ചാൽ പിന്നെയും കഴിക്കാൻ തോന്നുന്ന ഒന്നാണ് ഈ ബട്ടർ ചിക്കൻ. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നോർത്ത് ഇന്ത്യൻ ഡിഷായ ഇത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.